ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് മാഷ് ഓക്കെ ആയി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക കേട്ടോ. വിക്രമും വിഷവും കൂടെയാണ് തോളിൽ കൈയിട്ട് ആ വീട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നത്. ശ്രീജയും വേദയൊക്കെ അടുത്തുണ്ട്. അങ്ങനെ വീട്ടിനകത്ത് കയറാൻ തുടങ്ങുമ്പോൾ കമലമ്മ പറയും, വേദയുടെ മോളെ ആ വിളക്കൊന്ന് കത്തിക്ക്, അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അങ്ങനെ എല്ലാവരും അകത്ത് ചെന്ന് പൂജ റൂമിൽ അപ്പോഴേക്കും വേദ വിളക്കൊക്കെ വയ്ക്കും. അങ്ങനെ അവിടെ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വിക്രം ഇങ്ങനെ മാഷെ നോക്കുമ്പോൾ മാഷ് ഇതുവരെ കാണിക്കാത്ത ആ ഒരു സ്നേഹമൊക്കെ വിക്രമിനോട് ഇപ്പം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. വേദയാണെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയുന്നതിനോടൊപ്പം സങ്കടത്തിലുമാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കുളിച്ച് ഫ്രഷായി മാഷും കമലയും കൂടെ റൂമിലിരിക്കുമ്പോൾ വിക്രം അങ്ങോട്ട് വരും. അപ്പോൾ മാഷ് വിക്രമിൻ്റെ കവിളിലൊക്കെ കൈവച്ചിട്ട് പറയും, നീ മലയ്ക്ക് പോയിട്ട് വാ, നമുക്ക് ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ മാഷ് സന്തോഷത്തോടു കൂടിയാണ് വിക്രമിനോട് സംസാരിക്കുന്നതൊക്കെ. പിന്നീട് കാണിക്കുന്നത് വിക്രം റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വേദ കണ്ടിട്ടും കാണാത്ത പോലെ പോകുമ്പോൾ വിക്രം പിടിച്ചു വലിക്കുന്നുണ്ട്. എന്തിനാണ് ഈ അകൽച്ച കാണിക്കുന്നതെന്ന് വിക്രം ചോദിക്കുമ്പോഴും വേദ ഒഴിഞ്ഞു മാറാനാണ് സാധ്യത. പിന്നീട് കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസനോടൊപ്പം നിന്ന് വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ശ്രീകാര്യം ശ്രീനിവാസൻ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരിക്കണം. വിക്രമിനെ ബലിയേടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങേരിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്തിൽ വേദ ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഒരു കോള് വരും. അങ്ങനെ ശ്രീകാന്ത് പറയാണ്, നിന്നെ താലി കെട്ടിയ തെല്ലിപ്പുളിയില്ലേ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്നേ നിനക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, അത് കാണുന്നത് നല്ലതായിരിക്കും, മോളതെടുത്ത് നോക്ക് എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യണേ. അങ്ങനെ വേദ വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ എന്തോ ഒരു വീഡിയോ വിക്രമിനെ മോശക്കാരനാക്കുന്ന എന്തോ ഒരു വീഡിയോ ആണ് കേട്ടോ അത് കണ്ട് വേദയ്ക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേദ അതിനെക്കുറിച്ച് പറഞ്ഞ് വിക്രമിനോട് പിണങ്ങി പോരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. വേദ എന്തായാലും വീട്ടിലേക്ക് പോകുന്നുണ്ട്. വിക്രമിൻ്റെയും വേദയുടെയും ഡിവോഴ്സ് നടക്കുന്നുണ്ട്. അതുപോലെ വേദ ദർശനുമായിട്ട് വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. ദർശൻ മണ്ഡപത്തിൽ വരെ എത്തുന്നുണ്ട് കേട്ടോ താലി കെട്ടാനായിട്ട്. ഈ സമയത്ത് വിക്രം അങ്ങോട്ട് വരുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. പ്രമോലിനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാൻ. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്